വണ്ടി എടുത്ത് മാറ്റടോ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണത്? തനിക്കെന്താ മുഖത്ത് കണ്ണും മൂക്കൊന്നുമില്ലേ? എനിക്ക് കണ്ണും മൂക്കൊക്കെ ഉണ്ട്. പിന്നെ നീ എന്താ കാണാത്തത്? തനിക്കെന്താ കണ്ണും മൂക്കില്ലേ? ഇത്രയും വലിയൊരു വണ്ടി വരുമ്പോ നിനക്ക് ഈ വണ്ടി കൊണ്ടോണ്ട് പോകാൻ പറ്റില്ലേ? എനിക്ക് ഈ സൈഡിലേക്കാണ് പോകേണ്ടത്. ഓ, അപ്പൊ ഇതിലെ വേണം എനിക്ക് എടുത്തു പോവാൻ. ഇതിലെടുത്ത് പോയാലെന്താ കുഴപ്പം? അതിലെടുത്ത് പോകാൻ സൗകര്യമില്ല, അത് റോങ് സൈഡാണ്. അതെ, റോഡ് നിയമം താൻ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങനെയാണ്. തനിക്ക് ഹെൽമെറ്റ് ഉണ്ടോ തലയിൽ? ഉണ്ടോ? ഞാൻ ഹെൽമെറ്റ് അവിടെ നേരാക്കാൻ കൊടുത്തത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഓ, എല്ലാത്തിനും ന്യായമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗിന് എത്താണ്. മീറ്റിങ്ങിന് എവിടേക്ക് എന്ത് വേണേ പൊക്കോന്ന്. റോങ് സൈഡ് വന്നത് തെറ്റാണ്. വല്ല ചൂടാവുണ്ടെങ്കിൽ താൻ മര്യാദക്ക് വണ്ടി എടുത്ത് മാറ്റുന്നുണ്ടോ? കൈ ചൂണ്ടി സംസാരിക്കല്ലേ? കൈ ചൂണ്ടി ഞാൻ സംസാരിക്കും, കാരണം തെറ്റ് തന്റെ ഭാഗത്താ. തന്നോട് കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാനും കൈ ചൂണ്ടി സംസാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? കൈ ചൂണ്ടി കൈയാണ് പൊട്ടി ഞാൻ. ഹലോ ഹലോ ഹലോ, മാന്യമര്യാദ സംസാരിക്കണം. മാന്യമര്യാദ സംസാരിക്കണം. ഇതിനോട് സംസാരിക്കും. മാന്യമര്യാദ സംസാരിക്കണോ? എന്താ തമ്പടത്തരം കാണിക്കാണോ? റോങ് സൈഡിൽ വന്നതും പോരാ. പിന്നെ ആരാ റോങ് സൈഡ് കയറി വന്നത്? നിങ്ങളല്ല റോങ് സൈഡ് കയറി വന്നത്. കൈ മാറ്റണോ? കൈ മാറ്റ സൗകര്യം. വണ്ടി ബാക്കിൽ എടുക്ക്. വണ്ടി എടുക്കൂലോ? വണ്ടി എടുക്കൂല. ഞാൻ പോകുന്നില്ല. അഹങ്കാരം പാടില്ല ഈ പ്രായത്തില് മനുഷ്യർക്ക്. കേട്ടോ, അവിടെ നോട്ടെ വണ്ടി. എനിക്കൊരു അത്യാവശ്യമില്ല. തന്റെ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ അറിയാം. റോങ് സൈഡ് കയറി വന്നതും പോരാ. പിന്നെ ന്യായം പറയാൻ നിൽക്കുക. ഞാൻ ആരാ നിനക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. എന്നെ എടുത്തോ, ഫോട്ടോ എടുത്തോ. എടുക്കും. ഞാൻ തരും. അടുത്തരം കാണിക്കാൻ നിൽക്കുന്നു. ഞാൻ ആരാന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ പിടിപാട് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. താനാരായി എനിക്ക് എന്താടോ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. എന്താ നിങ്ങൾ കാണിക്കും. അപ്പൊ കണ്ടാ എണീറ്റ് പോണോ അവിടുന്ന്? അത്യാവശ്യം 10 മണിക്ക് മീറ്റിംഗിന് എത്തണം. ഞാനാ ചേലക്കാൻ നിൽക്കാതിരിക്കണോ? ചേലക്കാൻ നിൽക്കാതിരിക്കും. ഈ ചേലക്ക ഞാൻ കുറെ കണ്ടതാ. റോങ് സൈഡ് കയറി വന്നിട്ട് പശുപാലി ഞാൻ തരും. റോങ് സൈഡ് കയറി വന്നിട്ട് ചേലക്കാൻ നിൽക്കരുത്. റോങ് സൈഡിൽ കയറി വന്ന് എന്നെ കൂടെ പറയിപ്പിക്കണ എടുത്ത് പോണോ? എന്താണ് പറയണോ? കൂടുതൽ രോഷം കാണിക്കണ്ട. പ്രായത്തിനനുസരിച്ച് കാണിച്ചാൽ മതി. അല്ലേ പോ. കയ്യോ നിങ്ങൾ പോ. അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത് പോടുന്നു. കയറി വണ്ടിയിൽ കൊള്ളപ്പാത്തികള് വഴി മാറാ. ചേച്ചകള് വണ്ടി കൊണ്ടോണ്ട് ഇട്ടിരിക്കണുണ്ട്. കൂടെ വേണ്ട നിന്റെ വണ്ടി വരാൻ. എടുത്തോണ്ട് പോളപ്പാന്നി. മനുഷ്യന്റെ മൂട് മുഴുവൻ കളഞ്ഞു. വൃത്തിയായിട്ട് മനുഷ്യന്റെ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു. രാവിലെ ഇറങ്ങിക്കോളൂ. അല്ല, കാറ് മേടിക്കാന്ന് പറഞ്ഞപ്പോ അച്ഛനും മോനും എന്തായിരുന്നു ഇവിടെ ആവേശം. 2 ആഴ്ച കഴുക, പിന്നല്ല. ഇപ്പൊ കാറും വേണ്ട, ഒന്നും വേണ്ട. എന്നാ ഈ കാർ എടുത്തിട്ട് എവിടെയെങ്കിലും പോവും, അതുമില്ല. പെട്രോളിന് പൈസ എത്ര, പിന്നെ എന്തിനാ ഇത് വാങ്ങിക്കണ്? ഒന്നുല്ലോ. അതെ, ഈ കാർ എടുത്ത് പോയിക്കൂടെ നിങ്ങക്ക്? ഇതെന്തിനാ മേടിച്ചിട്ടേക്കണ ഇവിടെ? ആ തുരുമ്പെടുത്ത് പോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഒരു വല്ലായിക? എന്തേലും വയ്യായിക ഉണ്ടോ? വയ്യായികൊന്നുമില്ല. പിന്നെന്താ മുഖം ഇങ്ങനെ ഇരിക്കണ്? ഞാൻ ആ ഹെൽമെറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയതല്ലേ. കിട്ടിയില്ലേ? അത് കിട്ടില്ല. അപ്പൊ പോണ വഴിക്കേ ഒരു ചങ്ങാതി, എന്നെ പരിചയമൊന്നുമില്ല, അപ്പൊ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ എന്നെ അറിയാലോ. മൂപ്പര് വണ്ടി ഇങ്ങനെ കൊടുന്നു. റോങ് സൈഡിലാണ് വന്നത്. അപ്പൊ ഞാനും അങ്ങോട്ട് വന്നു. അങ്ങോട്ട് മുട്ടിയില്ല എന്നുള്ള നിലയ്ക്ക് നിന്നു. അപ്പൊ മുട്ടിയിട്ടില്ല. ഇല്ല, മുട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ റോങ് സൈഡിലാണ് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ എന്തൊക്കെയോ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ പറഞ്ഞു. പിന്നെ ഇപ്പൊ എത്രയെന്ന് വിചാരിച്ചിട്ടും ഇങ്ങനെ കേട്ടോണ്ട് പോകും. അപ്പൊ ഞാനും അങ്ങോട്ട് എന്തൊക്കെയാ പറഞ്ഞു. ദൈവമേ, നിങ്ങൾ ദേഷ്യപ്പെട്ടോ? അപ്പൊ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാ പിന്നെ നമ്മൾ ദേഷ്യപ്പെടില്ലേ? ഒന്നാമത് ഈ പ്രഷറുള്ള ആൾക്കാർ ഇതിനൊന്നും നിക്കരുത്. എന്തിനാണ് ഈ കണ്ണി കണ്ടവരോട് വർത്താനം പറയാൻ നിക്കണത്? നിങ്ങൾ പ്രഷറിന്റെ മരുന്ന് കഴിച്ചിട്ടാണോ ഒന്ന് പോയത്? അതിപ്പോ അത് കഴിഞ്ഞ വാങ്ങിക്കാം, അത് കുഴപ്പമില്ല. പ്രഷറൊക്കെ കൂടിയിട്ട് എന്തൊക്കെയായിരിക്കും എന്റെ ദൈവമേ. പിന്നെ ആലോചിച്ചപ്പോഴാ എനിക്ക് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി.
എന്തിനപ്പ ആവശ്യമില്ലാതെ അവരോടൊക്കെ സംസാരിക്കാൻ പോണേന്നേ? ഇങ്ങോട്ട് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. അച്ഛാ ഹെൽമെറ്റ് കിട്ടിയോ? ഹെൽമെറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നീ അങ്ങോട്ട് ചെല്ലുമ്പോ നിന്റെ അടുത്ത് തരാന്നാ പറഞ്ഞത്. വഴിയൊക്കെ ഉണ്ടാ രണ്ടോട് വഴക്കുണ്ടാക്കി വന്നിരിക്കും. എന്തിന് വഴക്കുണ്ടാക്കിയൊന്നല്ലടാ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ ആ തിരുവില് വെച്ചിട്ട് ഒരു വണ്ടി കാറുകാരൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ വണ്ടി ഇങ്ങനെ വന്നപ്പോ ഒന്നാട് മുട്ടിയില്ല, ഇങ്ങനെ ഇങ്ങോട്ട് ചേർന്ന് വന്ന് നിന്നു മാത്രം. എന്നിട്ട് അപ്പൊ അയാൾ എന്തൊക്കെ വായ തോന്നി പറഞ്ഞു. എനിക്ക് വരുന്ന രീതിയിൽ ഞാനും പറഞ്ഞു. ഒരു കഷ്ടാന്നാലോചിച്ച് നോക്കി. വെറുതെ ഒന്നും പറയില്ലാന്ന് നിനക്കറിയാല. പ്രഷർ കൂടി എന്താ അച്ഛന്റെ അവസ്ഥ? ഇനിയിപ്പൊ ഞാൻ അത് ഉള്ളി കൊണ്ട് നടക്കണ്ട. ഇനി അത് ആലോചിച്ച് വീണ്ടും പ്രഷർ കയറാൻ നിൽക്കും. അതൊന്നും പറഞ്ഞു പോയി, അതാണ് ഇപ്പൊ ഈ പറയണത്. ആവട്ടെ, സാരല്ലേ, അത് വിട്ടേക്ക്, കുഴപ്പമില്ല. ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലല്ലോ, ഇപ്പൊ ഞാൻ എങ്ങനെ ഞാൻ പോവും? നോക്കി പോയാ മതി. നീ കാറെടുത്തോടാ. അതായാലും നന്നായി. ഇതെന്തിനു പിന്നെ മേടിച്ചിട്ടേക്കണത്? നിന്റെ വണ്ടി വേണം എടുത്താവ് വേണോ? അയ്യോ വേണ്ടേ, ഞാൻ ഇതിൽ എങ്ങനെയും പോയിക്കോളാം. ബ്രേക്കിലേശം കുറവാ. നിന്റെ ഈ വണ്ടി കഴുകല് കഴിഞ്ഞു വെച്ചാലേ അതൊന്ന് കഴുകു. അതെ, എനിക്ക് വയ്യ, മുതല് നശിച്ചു പോകണ്ട വെച്ചിട്ട് കഴുകണം. ഇത് ആരെങ്കിലും വിളിച്ച് കഴുകിച്ചാ പോരെ? എന്നാ പിന്നെ അതാരെങ്കിലും വിളിച്ച് കഴിച്ചാ പോരെ? അല്ല, അത് കുറച്ച് പണിയല്ലേ ഉള്ളൂ. നോക്കി പോണട്രാ. അമ്മാ, പറഞ്ഞോ കേൾക്കുന്നുണ്ട്. എന്തിന്? അത് മനസ്സിലായി. അതിന് ഇവര് വീട്ടിൽ വന്ന് പിടിച്ചോണ്ടോണ്ട കാര്യം എന്താ? അമ്മയ്ക്ക് പറയാറുന്നില്ലേ അങ്ങോട്ട് അച്ഛന് അങ്ങോട്ട് വരുന്നു. തറയി ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. ഞാൻ വരാം. ശരി, വെച്ചോ. ഇതൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയത്. റിട്ടയർഡ് അധ്യാപകൻ സത്യശീലൻ, വയസ്സ് 62. വെറുതെ വീട്ടില് ചോദ്യം കുത്തിയിരിക്കേണ്ടത് ഇങ്ങനെ കറങ്ങി വന്ന് ഒരു കച്ചറക്ക് നിൽക്കും. അതെ, നിങ്ങൾ മാഷന്മാർക്കൊരു ധാരണയുണ്ട്, നാട്ടിലത്തെ എല്ലാരും നിങ്ങളെ കുട്ടികളാണെന്ന്. ഇങ്ങോട്ട് നോക്ക്. എന്തിനാ നിങ്ങളെ ചൊറക്ക് വന്ന് നിൽക്കുന്നേ? ആവശ്യമില്ലാത്ത പണിയല്ലേ എടുത്തത്. ഞാൻ ഒരു ചൊറക്കും പോയിട്ടില്ല സാറേ. ഞാൻ എന്റെ സൈഡിൽ വണ്ടി ഓടിച്ചിട്ട് വരികയാണ്. അപ്പോ അങ്ങേര് റോങ് സൈഡിലാണ് വണ്ടി ഓടിച്ച് വരുന്നത്. അപ്പൊ ആ വണ്ടി ഓടിച്ചിട്ട് റോങ് സൈഡിൽ വരുമ്പോൾ ഞാൻ എന്റെ സൈഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വണ്ടി ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ചെല്ല് കഴിയുമ്പോൾ അവിടെ നിന്നു. ഞാൻ വണ്ടി അവിടെ നിർത്തി. അയാളാണ് വർത്തമാനം പറഞ്ഞു തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ സാറിന്, ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നോട് മനസ്സിലായോ ചോദിക്കുന്നേ? അല്ല, ഒന്നും ബുദ്ധിയില്ല, അതല്ല ചോദിച്ചു. എന്താ അങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? ശരിക്ക് വർത്തമാനം പറഞ്ഞു തുടങ്ങിയതല്ല. അയാള് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. അങ്ങനെ പിന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്കും പ്രഷർ കൂടി. അപ്പൊ ഞാൻ ഇന്ന് സത്യത്തിൽ ആ പ്രഷറിനുള്ള ഗുളിക കഴിക്കുകയും ചെയ്തിട്ടുണ്ടായില്ല. ഈ ഷുഗറിന്റെ ഗുളിക കഴിച്ചിട്ടാന്ന് വെച്ചിട്ട് നമ്മൾ പെണ്ണുങ്ങളെ പഞ്ചാടിക്കാൻ പോവാതെ ഷുഗറിന്റെ ഗുളിക കഴിച്ചിട്ടാ വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും പഞ്ചാടിക്കാൻ പോവോ? എന്തത്? ഒരു സമാധാനത്തിൽ സംസാരിക്കും സാറേ. മന്മോഹൻ സാറ് ചോദിച്ചോളൂ, എന്തിനാ നമ്മളവിടെ പറഞ്ഞു? എന്താ മാഷത്? ഒന്ന് ക്ഷമിച്ചൂടായിരുന്നില്ലേ? ഈ മറ്റുള്ള ആൾക്കാരെ പോലെ ചൂടാവേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒന്നല്ലേ മാഷല്ലേ നിങ്ങൾ? ഞാൻ അങ്ങനെ ചൂടായിട്ടൊന്നുമില്ല സാറേ. ഞാൻ അയാൾ ഒരുപാട് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ അറിയാതെ. അല്ല, അതൊന്നും പറയണ്ട. നടന്ന സംഭവമൊക്കെ ഞാൻ അറിയാം. രണ്ടുപേരുണ്ട് തെറ്റ്. ഒന്നും മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നമുക്കൊന്നും ഇടപെട്ട് അവരുടെ കൂടെ പിടിച്ചേക്കാൻ പറ്റില്ല. അതായി പറഞ്ഞു.
അച്ഛ അച്ഛാ മകനല്ലേ? അച്ഛനൊരു വല്ലാത്ത കുടുക്കത്തിലാ കുടുങ്ങിയേക്കണേ. പ്രശ്നം ഞാൻ പറയട്ടെ, ഒരു വക്കീലിനെ കണ്ടിട്ടേ അച്ഛനെ ജാമ്യത്തിലെടുക്കാനുള്ള വഴി നോക്ക്. സാറ് വരുന്നുണ്ട്. എംഎൽഎക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. കാര്യം അറിയാലോ. കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ. ആരാടാ സതീശൻ? എന്റെ അച്ഛനാണ് സാറേ. അയാളെ വായിൽ നാക്കില്ലേ? നിന്നോട് ചോദിച്ചോ? ആരാണ്? ഇവിടെ മാറുന്നേ, ഇങ്ങോട്ട് മാറിക്കടോ. മാറിക്കല്ലേ സാറ് പറഞ്ഞത്? നിന്നെ ആരാ വിളിച്ചേ? നീങ്ങോട്ട് അങ്ങോട്ട് മാറിക്കടോ. ഇവിടെ മാറിക്ക്. സാറ് ചോദിക്കട്ടെ. അത് മാറ്റി തടയണം. പോലീസ് ഓഫീസിൽ കയറുമ്പോ സൈലന്റ് ആക്കി വെക്കാറില്ല. ആരല്ലേ ഓഫീസ് വിളിച്ച? എന്താ സംഭവിച്ചെന്ന് പറഞ്ഞേ? സാറേ, ഞാൻ എന്റെ കമ്പനിയുടെ മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് വൈഫിനെ കൊണ്ട് പോകുമായിരുന്നു. അപ്പൊ ഒരു വളവിൽ വെച്ചിട്ട് വണ്ടി, ഇയാളുടെ 2 വീലർ എന്റെ വണ്ടിയുടെ മുന്നിൽ. അപ്പൊ അയാൾക്കൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. അയാൾ സമ്മതിക്കില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് എന്റെ കാറ് ഞാൻ മാറ്റണം എന്ന് അയാൾ വാച്ചു എടുത്തു. റോങ് സൈഡിൽ പറയരുത്. സംസാരിക്കട്ടെ. തന്നോട് ചോദിച്ചില്ല, അയാൾ പറയല്ലേ, അത് കേൾക്കണോ? ഇതിന് വളരെ മോശമായിട്ടായിരുന്നു ഇയാളുടെ സംസാരം. സംസ്കാരമില്ലാത്ത രീതിയിലാണ് ഇയാൾ ചില വാക്കുകളൊക്കെ പ്രയോഗിച്ചത്. അതാ എന്നെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തത് സാർ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ട്. തന്നോട് ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞാ മതി കേട്ടല്ലോ. ഒരാൾ പറയല്ലേ, അത് കേക്ക്. അത് കഴിയട്ടെ. എന്നിട്ട് അല്ല, അത് എന്റെ വണ്ടി കാറാണ്. അപ്പൊ അതിന് അപ്പുറത്ത് കൂടെ എടുത്ത് അയാൾക്ക് പോവാന്നുള്ളൂ. അയാൾ പോവില്ല. അയാൾക്ക് എന്റെ കാറിന് നെഞ്ഞത്ത് കൂടെ തന്നെ കയറി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സാർ? പിന്നെ എന്റെ ഭാര്യയോട് വളരെ മോശമായിട്ട് ഇയാൾ പ്രതികരിച്ചത്. സാർ അങ്ങനെയൊന്നും പറയല്ലേ. മിണ്ടാടാ. എന്റെ ഭാര്യ കൈ ചൂണ്ടി സംസാരിച്ചതിന്റെ ഭാര്യയുടെ കൈ പിടിച്ച് ഒടിച്ചു കളയുന്നൊക്കെ, തിരിച്ചു ഒടിച്ചു കളയുന്നൊക്കെ പറഞ്ഞു ഇയാള്. നീ അവിടെ ഗുണ്ടയാ. അവള് കുഴിയിലേക്ക് എടുക്കാറായല്ലടാ. നീ ഏതാ തോന്നിയ ദിവസം കണ്ടറിയാൻ ക്രിമിനലാണെന്ന്. മിണ്ടാണം. ചവിട്ടി കൂട്ടും ഞാൻ. തലയിടി ഉണ്ടാവുമ്പോ വാലാണല്ലേ? നിന്റെ തന്തട വകയാണോ റോഡ്? നിന്റെ 2 വീലർ എന്താ ശകലം പുറകോട്ട് മാറില്ലേ? ഇവിടെ ഒരു വലിയ വണ്ടി കൊണ്ട് ഒരാൾ റോഡിൽ വരുമ്പോ കുറച്ച് മര്യാദകളുണ്ട് റോഡിൽ പാലിക്കണ്ട. അതെന്താ പാലിക്കാൻ നമുക്ക് പറ്റില്ലേ? അത് ഇയാള് പാലിച്ചില്ല സാറേ. ഇയാള് അല്ല ഞാൻ പറയട്ടെ, അതായത് ഇയാള് റോങ് സൈഡിൽ കയറി വന്നു. റോങ് സൈഡിലല്ല ഞാൻ കയറി വന്നത്. സൈഡിലാണ് കയറി വന്നത് സാർ. ഞാൻ റോങ് സൈഡിലല്ല കയറി. എന്റെ സൈഡിലല്ലേ ഞാൻ വന്നോണ്ടിരുന്നത്. എന്റെ സൈഡിലേക്ക് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇയാള് റോങ് സൈഡിൽ കയറി വന്നപ്പോ നീ എന്താ നീ ആ ഗുണ്ടയാ? നീ അയാളുടെ ഭാര്യയുടെ കൈ പിടിച്ചു കൊടുക്കുന്ന പറയാ. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ വീട്ടിലെ സ്ത്രീകളോട് നീ ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്? ആണോ? ഭാര്യയുടെ കൈ വെട്ടുന്നാ പറഞ്ഞാള്. നിനക്കെന്താ ഇറച്ചി കച്ചവടം? കൈ വെട്ടാൻ കൈ കാലം വെട്ടാൻ നിനക്കെന്താ കച്ചവടം ഉണ്ട്? ഇറച്ചിയിടാമല്ലോ ഉണ്ടോ? നീ കൈ വെട്ടുമെന്ന് പറഞ്ഞോ? കൈ വെട്ടുമെന്ന് പറഞ്ഞോ? ഞാൻ മറ്റേ പ്രഷറിന്റെ ചോദിച്ചൊരു ഉത്തരം പറയണം. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞോ? എന്നോട് കൂടുതൽ ഞാൻ പ്രഷർ കൈ വെട്ടുമെന്ന് പറഞ്ഞോ? കൈ വെട്ടുമെന്ന് പറഞ്ഞോടാ. പറഞ്ഞോ ഇല്ലയോ? പ്രഷറിന്റെ ഗുളിക കൈ വെട്ടുമെന്ന് പറഞ്ഞോ ഇല്ലെന്നോ ചോദിച്ചൊരു ഉത്തരം പറയടാ. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞോ ഇല്ലയോ? അറിയില്ല. പറഞ്ഞോ ഇല്ലയോ? പറയടാ. അയ്യോ. ഈ പ്രായത്തില് കൊറോണ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ തെറ്റൊന്നും സാറേ. തന്തയും മോനും കൂടെ ഇറങ്ങിക്കണം ഗുണ്ടായിസായിട്ട്. ബാക്കിയുള്ള മാന്യന്മാർക്കൊന്നും പുറത്തിറങ്ങി നടക്കണ്ട, റോഡിൽ നടക്കണ്ട. തൽക്കാലത്ത് കേസൊന്നും അതായത് ഒരു പരാതി എഴുതി കൊടുത്തു. ബാക്കി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. വേണ്ട സാറേ, പരാതി വേണ്ട. എനിക്ക് കംപ്ലൈന്റ് ഇല്ല. അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ. ഇത് അയാൾക്കൊന്ന് കിട്ടണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. ഇനി മേലിൽ അയാൾ ഇത് ആവർത്തിക്കരുത്. അത്രേ ഉള്ളൂ എനിക്ക്. നീ ആവർത്തിക്കണ്ടല്ല, എനിക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്. ചവിട്ടി കൂട്ടും ഞാൻ. എന്നെ അറിഞ്ഞൂടാ. ഞാനും അപ്പൊ സംയമനം വെച്ചത് സാറേ. എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടെന്ന് കരുതിയാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത്. ഈ തന്തയുടെ പ്രായമുള്ളവർക്ക് ഇപ്പൊ കുഴപ്പം കൂടുതല്. കുടുംബത്തോടെ ആരെങ്കിലും ഇറങ്ങണുണ്ട് സൈക്കിൾ അവനൊക്കെ. സാറേ, പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. താങ്ക്സ് സാർ. താങ്ക് യു സോ മച്ച്. കാണാം. ഇതൊക്കെ പരാതി എഴുതി തന്നിരുന്നെങ്കിൽ ഉണ്ടല്ല. അങ്ങനെ എണീറ്റിക്കണം. എന്തെങ്കിലും അച്ചു വിടണ എണീറ്റിക്കണം. അല്ല സാറേ, അവര് പരാതി ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവരെ പരാതി ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ എടാ തറവാടാണ്. ഇവിടെ ഇരുന്ന് സൂക്ഷിക്കാൻ 10 മിനിറ്റ് അവിടെ നിന്നിട്ട് പോയാൽ മതി. 10 മിനിറ്റ് നിന്നിട്ട് പോയാ. അവനൊക്കെ പോലുള്ള ക്രിമിനൽസ് ഉണ്ടല്ല, സെല്ലിലാ ഇടേണ്ട. ആ
എന്താ വിളിപ്പിച്ചേ? ഈ ബാരെ പോയി തലുണ്ടായി. ആ വെല്ലുണ്ടാക്കി എന്നോട് ചൊറിഞ്ഞാൽ ഞാൻ ചൊറിയും. നിങ്ങളെ കാപ്പ ചുമത്തിയിട്ട് നാട് കടത്തിക്കുന്നു. കാപ്പി കോപ്പ ഇന്ന് എന്റെ അടുത്ത് പറയണ്ട. കാപ്പ അതെ, ഞങ്ങള് ഈ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് നാളോടെ ഞങ്ങളെല്ലാം ഒന്ന് ജോലി ചെയ്തോട്ടെ. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടം വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി. ഞാൻ ഇവിടെ ഒന്നും വിടൂല. എന്റെ നാട്ടിൽ പോയിട്ട് ഞാൻ ആരാ പോട്ടെ? അങ്ങനെയല്ല, പറയണൊന്ന് സമാധാനമായിട്ട് കേക്ക്, വേറെ മക്കല്ലേ. കേക്ക് പറ. നേരത്തെ മുന്നേ ഒളിവ് പോയില്ലേ, തമിഴ്നാട്ടിലെ ഒരു ബന്ധു വീടുണ്ടല്ലോ, അവിടെ പോയി കുറച്ച് നാൾ നിൽക്ക്. അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ നിൽക്കണം എന്റെ നാട്ടിൽ. കാപ്പരാഘവന് പുറത്തിറങ്ങിയാലേ പറ്റൂന്നുണ്ടെങ്കിലേ ക്രിസ്മസിന് അപ്പൂപ്പം കെട്ടിട്ട് പുറത്തിറങ്ങാം, ഓണത്തിന് മാവേലിയേട്ട ശ്രീകൃഷ്ണ എന്തൊക്കെ ശ്രീകൃഷ്ണനെ കെട്ടാലോ, എല്ലാം ചേരും. മാവേലി കൂവേലി ഞാൻ കെട്ടുന്നു. മാവേലി അതെ സുധാ, രാഘവന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അവിടെ നേന്ത്രപ്പഴം ഞാൻ മേടിച്ചു വെച്ചിരിപ്പുണ്ട്, അതും എടുത്ത് കൊടുക്കുക. അങ്ങോട്ട് ചെല്ലത് സുഖം സാർ. നേന്ത്രപ്പഴം കൂപ്പൊന്നും നിനക്ക് വേണ്ട കേട്ടോ. ഇങ്ങോട്ട് വാ. അമ്മയോട് ഇനി ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളവിടെ എല്ലാം സംസാരിച്ച് റെഡിയായതാണ്. അമ്മയെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ട ഇല്ല. കേട്ടോ.